മക്കളുടെ വിവാഹശേഷം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു ബൗണ്ടറി സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇതിന്റെ അർത്ഥം വിവാഹശേഷം മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ഇടപെടാതിരിക്കണമെന്നോ അല്ല. മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹത്തിന് മുമ്പ് നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം. എന്നാൽ വിവാഹശേഷം നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തന്നെ വേണം നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടിന്റെ പ്രധാന സ്രോതസ്സായി മാറേണ്ടത്. വിവാഹശേഷം മക്കളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ മാതാപിതാക്കൾ ഒരു നിരോധിത മേഖല സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിലും അവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. എന്നിരുന്നാലും അവരും അവരുടെ ജീവിത പങ്കാളിയും ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ പരസ്പരം ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ് അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ. വിവാഹശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും ആദ്യം ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടാണ്. നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ദമ്പതികൾ രണ്ടുപേർക്കും കൂടി ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാതാപിതാക്കളുമായി ഷെയർ ചെയ്യുകയും അവരുടെ അഭിപ്രായം സീക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹത്തിന് മുമ്പ് എപ്പോഴും നിങ്ങളെ വിളിക്കുകയും ഒരു വീക്കെൻഡ് കിട്ടിയാൽ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ഒക്കെ ചെയ്തിരുന്ന നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് പ്രയോറിറ്റീസ് മാറി തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ അവർക്കത് അതുപോലെ തന്നെ തുടരുവാൻ സാധിക്കണമെന്നില്ല. വിവാഹശേഷം നീ ആളാകെ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കാതെ പകരം അവരിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും അവ അംഗീകരിക്കുകയും അവയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകി നിങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കാൻ സാധിക്കും.